പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുഞ്ഞെ, വഴക്കുകൂടി നീ മടുക്കുവാണോ? എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ആയിരിക്കാൻ കാരണമല്ലേ? എന്താണ് ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുവാ നിൻ്റെ സ്ട്രെസ്സ്? വാട്ട് എവർ ഓർ ഹൂ എവർ, എന്തിനെ പറ്റിയാ? പ്രത്യാശ കൈവിടല് കേട്ടോ. നാൽപ്പത് നേരത്തെ ചിന്തിക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളുമായിട്ട് നാം പരിചയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് കൂട്ടും. തന്നെയല്ല, ദേ വിൽ മേക്ക് അവർ ലൈഫ് ഡിഫിക്കൽട്ട്. എന്നാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ നമുക്കൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും? നമ്മൾ വാസ്തവമായി ആൾക്കാരെ സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ അതൊരു ചേഞ്ചിലേക്ക് വരണം, അല്ലേ? അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂയിലേക്ക് വരണം. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള അവരുടെയൊക്കെ ജീവിതത്തിലും. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലവ്? വളരെ സന്തോഷമായിട്ട് ഓരോ ദിവസവും എഴുന്നേറ്റ് ആൻഡ് ആ ലൈഫ് ഇങ്ങനെ കീപ് ഗോയിങ്, അതിന് വേണ്ട മോട്ടിവേഷൻ തരുന്ന കാര്യമാണ് ലവ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിനൊരർത്ഥം, ഒരു ഉദ്ദേശം സ്നേഹം തരും. ഈ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം സ്നേഹത്തിന് വേണ്ടിയാണെന്നേ നോക്കി നടക്കുന്നത്. പക്ഷെങ്കിൽ ഓർക്കണേ, ദൈവത്തെ ഒന്ന് നോക്കിക്കേ. ദൈവത്തെ ഒന്ന് നോക്കി നടന്നേ. കാരണം ഹീ ഈസ് ലവ്. 1 യോഹന്നാൻ 4:16 ആ വാക്യത്തിന് ആഴമേറിയ അർത്ഥമുണ്ട്. 1 John chapter 4:16. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. God cannot do anything but love, because love is what he is and who he is. ശരിയല്ലേ ദൈവമക്കളെ? തന്നെയുമല്ല, യേശു നമ്മെ പഠിപ്പിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് എന്തല്ല. അതായത് കുറേ സംസാരം കൊണ്ടോ കുറേ തിയറി പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ സ്നേഹമെന്ന് പറയുന്ന ഒരു സിമ്പിൾ സേമണോ ഒന്നും അല്ലെന്നേ. സ്നേഹം ഫീലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഫീലിങ്സിനെ കഴിഞ്ഞും വലുതാണ് സ്നേഹം. സ്നേഹിക്കാൻ നാം തിരഞ്ഞെടുക്കുക, അല്ലേ? സ്നേഹത്തിൻ്റെ ഫീലിംഗ് ഇല്ലേ പോലും നമ്മൾ ചൂസ് ചെയ്യുക. അത് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതാണോ റൈറ്റാണോ എന്നൊന്നും ഓർത്ത് നീ കുഴയേണ്ട കാര്യമില്ല. സ്നേഹിക്കാൻ പാടുള്ള ആൾക്കാരെ പോലും നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. യേശു ആയിരുന്നു അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തതിനെന്ന് ഓർത്ത് നാം അവരെ ട്രീറ്റ് ചെയ്യണം. അവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നുള്ളത് നമ്മൾ നോക്കാൻ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ കുറിവാക്യമായിട്ട് വായിച്ച ആ വാക്യം യോഹന്നാൻ 13:34 പറയുന്നത്. ഒരു പുതിയ കൽപ്പനയായിട്ട് തരുക യേശു. എങ്ങനെ? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. മാതൃക വെച്ചിട്ടാണ് യേശു കർത്താവ് പോയത്. അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാരൊക്കെ നമ്മുടെ ആ ടീനേജ് പ്രായത്തിലൊക്കെ നമ്മളെ വഴക്ക് പറയുമ്പോൾ നാം അവരുമായിട്ട് പിണങ്ങിയിരിക്കുമോ? ഇല്ല. നാം എപ്പോഴും അവരെ ടേക്ക് കെയർ ചെയ്യുകയും അവർ
പ്രായമായി വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യേണ്ടവർ നമ്മൾ തന്നെ. അതുകൊണ്ട് നാം അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാവുന്ന വിധത്തിലെല്ലാം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഫീലിങ്ങില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. അതുപോലെ നീ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടി നീ സമ്പാദിക്കുന്ന പണമായിരിക്കും. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്പെൻഡിങ് ഇറ്റ് ഓൺ ദം. പറയല്ലേ അങ്ങനെ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കണം. ക്ലോത്തിങ് ആണോ, ഗ്രോസറീസ് ആണോ, അതോ എന്തെങ്കിലും ഒരു മെഡിക്കൽ കാര്യങ്ങളാണോ, അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ നാം അവരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യണം. ഏത് വിധത്തിലാണെങ്കിലും നമ്മളവരെ സഹായിക്കണം. പ്രൈസ് ഗോഡ്. പലപ്പോഴും മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. അവരെങ്ങനെയുള്ളവരാണെന്ന് നോക്കണ്ട. വെദർ ദേ ആർ ഡിഫിക്കൽട്ട് പീപ്പിൾ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്നേഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് നമ്മൾക്ക്, അല്ലേ? ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ അതിന് പ്രയോറിറ്റിയും വെക്കും. കാരണം നമുക്കറിയാം ആരെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. പല വ്യക്തികൾ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ്, അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവീയ സ്നേഹം കാഴ്ചവെക്കുന്നുണ്ടോ? അത് നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നിനക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും ഐ എൻകറേജ് യു ടു കീപ് ലവിങ് അതേഴ്സ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്നേഹം ഒരു ഉദ്ദേശത്തോടെയാണെങ്കിൽ നമുക്കത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വിചാരിക്കുന്ന ഉദ്ദേശം സാധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവിടെ അങ്ങ് തീരും. പക്ഷെങ്കിൽ ഒരു ഡീഫോൾട്ട് ബിഹേവിയർ കണ്ടാൽ നമുക്ക് വാസ്തവമായ സ്നേഹമുണ്ടെങ്കിൽ നാം അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നാം സമയമെടുക്കണം. അവർ പറയുന്നതൊക്കെ കേൾക്കാൻ, ലിസൺ ചെയ്യാൻ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളൊന്ന് മീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയണം. അവർക്ക് എൻകറേജ്മെൻറ്റ് വേണമെങ്കിൽ എൻകറേജ്മെൻറ്റ് കൊടുക്കണം. ഫിനാൻഷ്യൽ ഹെൽപ്പ് പോലും കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ചിലപ്പോൾ അവർ ലോൺലിനെസ് അനുഭവിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ അവരൊറ്റയ്ക്ക് ജീവിക്കുന്നവരാ, പ്രയാസങ്ങൾ സഹിതം ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിക്കുന്നവരാ. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ അവർക്ക് വലിയ ഉപകാരങ്ങളായിരിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കൂടുതൽ സന്തോഷം എവിടെ പകർന്നു കൊടുക്കാമോ അത് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ആ കൊടുക്കുന്ന കൊടുപ്പ് സ്നേഹത്തിൽ കൂടെ ആയിരിക്കണം, ദൈവസ്നേഹത്തിൽ കൂടെ ആയിരിക്കണം. അവരൊന്നും അതൊരിക്കലും മറക്കത്തില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. റോമാലേഖനം 12:1, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 21, നോട്ട് 1, റോമൻസ് 12 വേഴ്സ് 21 പറയുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രൈസ് ഗോഡ്. നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിപ്പാൻ നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. എന്നാൽ ചിലരെ സ്നേഹിക്കുന്നത് ഭയങ്കര ഹാർഡാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. നിന്നെ വേദനിപ്പിച്ച് ചിലരോട് ക്ഷമിക്കുന്നത് പാടാണെന്ന് നീ ചിലപ്പോൾ പറയുമായിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് ടു ഹാർഡ് എന്ന് ദൈവത്തിലെ നീ പറയുന്നുണ്ടല്ലേ. കാരണം ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വലിയ ഹാർഡായിട്ടുള്ള കാര്യം നമ്മോട് ചെയ്യാൻ അവൻ പറയത്തില്ല. നീ വിചാരിക്കും ടു ഹാർഡാണെന്ന്, പക്ഷെ ടു ഹാർഡായിരിക്കത്തില്ല, പക്ഷെ ഹാർഡായിരിക്കാം. എന്നാൽ അങ്ങനെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ, ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനോയിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, അനോയിൻറ്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഞാനിങ്ങനെ പറയാം, ദൈവം നമ്മെ എംപവർ ചെയ്യും. അതിനുള്ള ശക്തി നമുക്ക് തരും. ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് കഴിയും. അവൻ നമ്മോടൊപ്പം വരും. എന്നിട്ട് അവനാവശ്യപ്പെടുന്നതൊക്കെ നാം ചെയ്യുവാൻ നാനും ബാധ്യസ്ഥരാണ്. വലിയ പാടാ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരുന്നാൽ അതിലും ഭേദം നീ അത് ക്വിറ്റ് ചെയ്യുക. എന്നാൽ ദൈവത്തിൻ്റെ സഹായത്താൽ എനിക്ക് കഴിയും,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും എനിക്ക് കഴിവുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നീ പറഞ്ഞാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ അല്ലേ? പൗലോസ് പറയുന്നതാ. അത് ആംപ്ലിഫൈഡ് ക്ലാസിക് വേർഷനിൽ പറയുന്ന ഐ ഹാവ് സ്ട്രെങ്ത് ഫോർ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ഹൂ എംപവേഴ്സ് മീ. പ്രൈസ് ഗോഡ്. അതായത് ഐ ആം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ക്രൈസ്റ്റ് സഫിഷ്യൻസി. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യണം, അങ്ങനെ ചിന്തിക്കാൻ. അപ്പോൾ ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നത് ഒന്നിനും നമുക്കൊരു പാട് കാണത്തില്ല. അങ്ങനെ ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14. മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 13 and 14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഞങ്ങൾക്ക് ചെയ്യുവാൻ പ്രയാസമുള്ളതിൻ്റെ കൂടെ നീ നിന്ന് കഴിയുമ്പോൾ കർത്താവേ, ഞങ്ങളത് ചെയ്യും. ഞങ്ങളതിന്മേൽ ജയമെടുക്കും. അത് വിശ്വസിപ്പാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.